ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മിഠായി കടലാസും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പും യൂസ് ചെയ്തിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള മിഠായിയുടെ കടലാസ് എടുത്തിട്ടുണ്ട്. അതിതുപോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ വീണ്ടും കോൺ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു ഫോൾഡും കൂടി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഫോൾഡിങ്ങുകൾ നല്ല രീതിയിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഈ ഒരു മിഠായി കടലാസുകൾ യൂസ് ചെയ്തിട്ട് സ്റ്റാർസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി ഈ ഒരു മിഠായി കടലാസിൻ്റെ നല്ല വശത്തേക്ക് നമുക്ക് ഈ ഒരു ഫോൾഡിങ്ങുകൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോൾഡിങ്ങുകൾ ചിലത് ഉള്ളിലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഇതുപോലെ പുറത്തേക്ക് ആവുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും നമുക്ക് അത്രയും വിലമതിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിൽ ക്യാപ്പിൻ്റെ മുകളിലേക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു കോൺ ഷേപ്പ് കൊടുക്കാം കേട്ടോ. അറ്റം ഷാർപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ കണ്ടില്ലേ. എന്നിട്ട് ജസ്റ്റ് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു മിഠായി കടലാസ് ഫോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നാലായിട്ട് ഈ ഒരു മിഠായി കടലാസിനെ സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു സ്ക്വയറിൽ നമ്മൾ ഇതുപോലെ ഉള്ളിലായിട്ട് 3 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 4 പാർട്ട് കിട്ടും. ഇനി ഈ ഓരോ പാർട്ടിലും ഇതുപോലെ സെൻറ്ററിലൂടെ ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന ഈ ഒരു ലൈനിൽ മാത്രമാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇത് ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. മിഠായി കടലാസ് ഫോൾഡ് ചെയ്ത പോലെ തന്നെ 4ആയിട്ട് ഇത് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡിങ്ങിലൂടെ ഒരു പെന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്ക്വയറിൻ്റെ സെൻറ്ററിൽ ആദ്യം ഒന്ന് വരക്കാം. അപ്പോൾ 2 പാർട്ട് കിട്ടിയില്ലേ. ഇനി ഈ ഓരോ 2 പാർട്ടിലും ഓരോ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എത്ര പാർട്ടുണ്ട്? ഈ ഒരു സ്ക്വയറിൽ നമുക്ക് 4 പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 4 പാർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ സെൻറ്റർ കണക്കാക്കിയിട്ട് ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഗ്രീൻ കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന ഈ ഒരു ലൈനിലാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ സെൻറ്ററിൽ അല്പം മാത്രം, അതായത് നമ്മുടെ ഒരു ഈർക്കിളിയുടെയൊക്കെ ഒരു ആ ഒരു കട്ടിയിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിയിൽ ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, പുറത്തേക്ക് ഇതുപോലെ 1 2 3 4 4 ഫോൾഡിങ് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഒരു സ്ക്വയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 4 ഫോൾഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മിഠായി കടലാസിലും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിഠായി കടലാസിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും കറക്റ്റ് അത് മനസ്സിലാവണമെന്നില്ല. ഞാൻ സ്കെച്ച് വെച്ച് ഇതിൽ വരച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര നല്ല രീതിയിൽ തെളിഞ്ഞ് കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് പേപ്പറിൽ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫോൾഡിങ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് ഒരൊറ്റ ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. എന്നാലാണ് എല്ലാ ഫോൾഡിങ്ങുകളും ഒരേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3ാമത്തെ ഫോൾഡിങ് ഇതുപോലെ കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഗ്ലൂ ഒന്ന് ഡ്രൈ ആക്കി കഴിയുമ്പോൾ പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 3 ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ക്വയറിൽ ഒരു ഫോൾഡിങ് കൂടി നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഫോൾഡിങ്ങും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്
ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 4 ഫോൾഡിങ്ങും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാട്ടോ ആ ഒരു ലുക്ക്. പുറം ഭാഗത്ത് ഇതുപോലെ 4 ഫോൾഡിങ് 1 2 3 4 കണ്ടില്ലേ? അപ്പോൾ 4 ഫോൾഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കി ഓരോ സ്ക്വയേഴ്സിലും 4 ഫോൾഡിങ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരുന്തോറും നമ്മൾ കുട മടക്കി വയ്ക്കില്ലേ, ചുരുട്ടി വയ്ക്കില്ലേ കുട്ടികളുടെ കുടയൊക്കെ, ആ ഒരു ലുക്കിലേക്ക് മാറും കേട്ടോ. എന്നാലാണല്ലോ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ഫോൾഡിങ്ങും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കണ്ടില്ലേ? എനിക്ക് ഗ്ലൂ ഗൺ തന്നിട്ടുള്ള 8ൻ്റെ പണിയാട്ടോ ഇത്. എൻ്റെ കൈ നല്ല രീതിയിൽ ബേൺ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നെനിക്ക് അറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കൈ പോയി കഴുകി കുറച്ച് നേരം തണുത്ത വെള്ളത്തിലൊക്കെ വെച്ചിട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മിഠായി കടലാസും പ്ലാസ്റ്റിക്കാണ്, ഗ്ലൂ ഗണ്ണും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ സ്റ്റിക്കാക്കിയപ്പോൾ അത് ബേൺ ആയതാട്ടോ. കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മിഠായി കടലാസ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ക്രിസ്മസ് ട്രീയുടെ താഴെ പോർഷനിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു ബ്ലാക്ക് കളറിലൊരു റബ്ബറിൻ്റെ സംഭവമാണ്. ഏത് പാത്രത്തിൻ്റെ ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എൻ്റെ ആക്രിപ്പെട്ടിയിൽ ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് ഞാൻ സ്റ്റാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ പോർഷനിലേക്ക് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഗ്രീൻ കളറിലെ മിഠായി കടലാസ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് വന്നിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ താഴെ പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രീയുടെ പോർഷനിലേക്ക് ബ്രൗൺ കളറിലുള്ളൊരു മിഠായി കടലാസ് ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒട്ടിച്ചു കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയതാട്ടോ. നെക്സ്റ്റ് വൈറ്റ് കളറിലുള്ള ഈ ഒരു ക്യാപ്പ് കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മിഠായി കടലാസും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ക്രിസ്മസ് ട്രീ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ക്രിസ്മസ് ട്രീ ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ വേണ്ടേ? അപ്പോൾ സ്റ്റാറിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മിഠായി കടലാസ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് 2 ഭാഗം തമ്മിൽ കൂട്ടി ഒന്ന് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ 2 വശവും ഒരേ രീതിയിൽ കളർഫുള്ളായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റാർ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിത് വരച്ചപ്പോൾ 5 ലീഫുള്ള സ്റ്റാറായിരുന്നു. പക്ഷേ കട്ട് ചെയ്ത് വന്നപ്പോൾ 6 ലീഫുണ്ട് കേട്ടോ. നമ്മൾ വീടുകളിൽ ഹാങ് ചെയ്യുന്ന സ്റ്റാർസിന് 6ൽ കൂടുതൽ ലീഫൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ലൈറ്റ് എഫക്റ്റ് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മിഠായി കടലാസിൽ നിന്ന് ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള കുറച്ച് റൗണ്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ അതല്ലെങ്കിൽ ഫെവി ബോണ്ടോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് കളർഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രിസ്മസ് ട്രീ മേക്കിങ്ങിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ മിഠായി കടലാസാണ്. എനിക്ക് തോന്നുന്നു 5 ലീഫുള്ള സ്റ്റാറായിരുന്നു കുറച്ചും കൂടിയും ഭംഗിയുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൈയൊക്കെ കുറച്ച് പൊള്ളിയത് കൊണ്ട് ഞാൻ ഈ ഒരു വർക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 5 ലീഫുള്ള സ്റ്റാർ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു മാജിക് പോട്ടാട്ടോ. ഒത്തിരി യൂസേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് കയറി കാണുക. അതുപോലെ മിനിയേച്ചർ ക്രിസ്മസ് ട്രീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം. മിഠായി കടലാസ് യൂസ് ചെയ്തിട്ട് സ്റ്റാർസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.